വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ഈ കഴിഞ്ഞ ദിവസം നടന്ന KS എക്സാമിനേഷൻ പേപ്പർ 2 പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉള്ളത്. ഇനി വരുന്ന PSC എക്സാമുകളുള്ളവർ ഈ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നന്നായിട്ട് തന്നെ പഠിക്കണം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന ഓപ്ഷനുകളിൽ ഏതാണ് ശരി? സിദ്ധാന്തത്തിൽ ഡാഷും ഡാഷും തുല്യമായിരിക്കണം, എന്നാൽ പ്രായോഗികമായി അവ വ്യത്യസ്ത സമീപനങ്ങളിലാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നതിനാൽ അവ സാധാരണയായി വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഓപ്ഷൻ എ ഒന്നു മാത്രം, ദേശീയ വരുമാനവും അറ്റ ദേശീയ ഉൽപ്പന്നവും. അടുത്ത ചോദ്യം, അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ സവിശേഷതകൾ താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ 1, 2, 3 മാത്രം. അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ സവിശേഷതകൾ: പദ്ധതിയുടെ അന്തിമ കരട് തയ്യാറാക്കിയത് DP ഥാർ ആണ്. ഇത് പ്രധാനമായും ഗരീബി ഘടാവോ എന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ലക്ഷ്യ വളർച്ചാ നിരക്ക് 4.4% ആയിരുന്നു, എന്നാൽ യഥാർത്ഥ വളർച്ചാ നിരക്ക് 4.8% ആയിരുന്നു. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് നീതി ആയോഗിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ? ഓപ്ഷൻ ബി 1, 3 മാത്രം. നീതി ആയോഗിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളാണ്: രാജ്യത്തിൻ്റെ സാമ്പത്തിക വികസനം മെച്ചപ്പെടുത്തുന്നതിനുള്ള നയങ്ങളും തന്ത്രങ്ങളും രൂപപ്പെടുത്തുക, കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള പങ്കാളിത്തത്തിലൂടെ സഹകരണ ഫെഡറലിസം പ്രോത്സാഹിപ്പിക്കുക. അടുത്ത ചോദ്യം, നെല്ലിനും ഗോതമ്പിനും ഉള്ള MSP 2008-9 ക്വിൻ്റലിന് ₹850 രൂപയും ₹1080 രൂപയും ആയിരുന്നത് 2023-24 ക്വിൻ്റലിന് ഡാഷും ഡാഷുമായി വർദ്ധിച്ചു. ഓപ്ഷൻ സി 2300, 2425. ചോദ്യം, താഴെ പറയുന്ന പദ്ധതികൾ അല്ലെങ്കിൽ നയങ്ങൾ അവയുടെ ലക്ഷ്യങ്ങളുമായി പൊരുത്തപ്പെടുത്തുക. ഓപ്ഷൻ എ 1B, 2C, 3D, 4A. കാർഷിക വായ്പാ പദ്ധതി. കാർഷിക ഇൻപുട്ടുകൾക്കായി കർഷകർക്ക് വായ്പാ ലഭ്യത ഉറപ്പാക്കുക. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ FCI. ഭക്ഷ്യസുരക്ഷ നിലനിർത്തുന്നതിനായി ഭക്ഷ്യധാന്യങ്ങൾ സംഭരിക്കുക. സുസ്ഥിരത കൃഷിക്കായുള്ള ദേശീയ ദൗത്യം NMSA. കൃഷിക്കായുള്ള ജലസേചന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും കാര്യക്ഷമമായ ജല ഉപയോഗം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന PMKSY. പ്രകൃതി ദുരന്തങ്ങൾ മൂലമുള്ള നഷ്ടങ്ങൾക്ക് കർഷകർക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകുക. അടുത്ത ചോദ്യം, PMKSY പദ്ധതിയുടെ സവിശേഷതകളെ കൃത്യമായി പ്രതിനിധീകരിക്കുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ 1, 3 മാത്രം. ശരിയായ പ്രസ്താവനകൾ: PMKSYയുടെ നീർത്തട ഘടകത്തിന് കീഴിൽ 2024-25 വർഷത്തിൽ ഏറ്റവും കൂടുതൽ ഗുണഭോക്താക്കൾ ഉത്തർപ്രദേശും തുടർന്ന് ജാർഖണ്ഡുമാണ്. 2015 ജൂലൈ 1 പദ്ധതി ആരംഭിച്ചു. അടുത്ത ചോദ്യം, വാദം എ. കഴിഞ്ഞ ദശകത്തിൽ ഉൽപാദന മേഖല ശരാശരി വാർഷിക വളർച്ചാ നിരക്ക് 5.2% കൈവരിച്ചു. 2023 സാമ്പത്തിക വർഷത്തിൽ 14.3% മൊത്തം മൂല്യവർദ്ധനവ് നേടി. കാരണം 6. സാമ്പത്തിക സർവേ പ്രകാരം ഉൽപാദന മേഖല ഇന്ത്യൻ വ്യാവസായിക മേഖലയിൽ മുൻപന്തിയിൽ തന്നെ തുടരുന്നു. ഇത് ഗണ്യമായ പിന്നോക്ക മുന്നോട്ടുള്ള ബന്ധങ്ങളെ സൂചിപ്പിക്കുന്നു. ഓപ്ഷൻ എ 7ഉം 6ഉം ശരിയാണ്. 6 എന്നത് എയുടെ ശരിയായ വിശദീകരണമാണ്. ചോദ്യം, താഴെ പറയുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെ അവയുടെ വിഭാഗവുമായി പൊരുത്തപ്പെടുത്തുക. ഓപ്ഷൻ എ 1D, 2A, 3B, 4C. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് മഹാരത്ന. ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് നവരത്ന. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ മിനിരത്ന 1 CPSES. നാഷണൽ ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് മിനിരത്ന 2 CPSES. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ പുനരുപയോഗ ഊർജ ശേഷിയിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം നേടിയ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ രാജസ്ഥാൻ. അടുത്ത ചോദ്യം, ഇന്ത്യൻ വിപണികളിലെ ന്യായമായ മത്സരം നിയന്ത്രിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ CCI സ്ഥാപിതമായ വർഷം? ഓപ്ഷൻ ബി 2002. അടുത്ത ചോദ്യം, റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയത്തിന് കീഴിൽ 2017 ആരംഭിച്ച ഭാരതമാല പരിയോജനയുടെ
പ്രധാന സവിശേഷത താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ബി സാമ്പത്തിക പരിഗണനകളുടെയും മൾട്ടി മോഡൽ ലോജിസ്റ്റിക് പാർക്കുകളുടെയും സമഗ്രമായ 34,800 കിലോമീറ്റർ ശൃംഖലയുടെ വികസനം. അടുത്ത ചോദ്യം, പരിസ്ഥിതി വനം മന്ത്രാലയം ചാരം ഉപയോഗത്തെക്കുറിച്ച് വിജ്ഞാപനങ്ങൾ പുറപ്പെടുവിക്കുന്നതിനുള്ള പ്രധാന കാരണം എന്താണ്? ഓപ്ഷൻ ബി 2 മാത്രം. ചാരം നീക്കം ചെയ്യുന്നതിനുള്ള ഭൂമിയുടെ ആവശ്യകത കുറയ്ക്കുക, ചാരം മൂലമുണ്ടാകുന്ന മലിനീകരണം പരിഹരിക്കുക. അടുത്ത ചോദ്യം, 1911-ലെയും 2011-ലെയും സെൻസസ് പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? താഴെ നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. പ്രസ്താവന 1, 1911 ഇന്ത്യയിലെ ആകെ ജനസംഖ്യ 25,20,93,390 ആയിരുന്നു. പ്രസ്താവന 2, 2011 ഇന്ത്യയുടെ ജനസംഖ്യ 121,08,54,977 ആയി അതിവേഗം വർദ്ധിച്ചു. ഓപ്ഷൻ എ 1, 2 തുടങ്ങിയ 2 പ്രസ്താവനകളും ശരിയാണ്. അടുത്ത ചോദ്യം, 2023-24 പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ റിപ്പോർട്ട് പ്രകാരം താഴെ പറയുന്ന വിശദാംശങ്ങൾ പരിഗണിക്കുക. മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? താഴെ നൽകിയിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി 1, 2 മാത്രം. ശരിയായ പ്രസ്താവനകൾ: 2023-24 15 വയസ്സും അതിൽ കൂടുതലുമുള്ള വ്യക്തികളുടെ തൊഴിലില്ലായ്മ നിരക്ക് 3.2% ആയിരുന്നു. 15 വയസ്സും അതിൽ കൂടുതലുമുള്ള ആളുകളുടെ നഗര തൊഴിലില്ലായ്മ നിരക്ക് 2025 സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പാദത്തിൽ 6.4% ആയിരുന്നു. ചോദ്യം, UNDP HDR 2023-24 താഴെ പറയുന്ന കണ്ടെത്തലുകൾ സൂചിപ്പിച്ചു. കണ്ടെത്തലുകളിൽ ഏതാണ് ശരി? താഴെ നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി 1, 2, 3. ശരിയായ പ്രസ്താവനകൾ: ഇന്ത്യയുടെ മനുഷ്യവികസന സൂചികയുടെ മൂല്യം 2022 0.644 ആയിരുന്നു. ലോകത്തിൽ 193 രാജ്യങ്ങളിൽ 134 സ്ഥാനത്താണ്. ഇന്ത്യയുടെ ലിംഗവികസന സൂചികയുടെ മൂല്യം 2022 0.852 ആയിരുന്നു. 2022 ജനന സമയത്തെ ആയുർദൈർഘ്യം 67.7 വർഷമായിരുന്നു. അടുത്ത ചോദ്യം, 2023-24 കമ്മി സ്ഥിതിവിവര കണക്കുകളുമായി ബന്ധപ്പെട്ട പട്ടിക 1 പട്ടിക 2 പൊരുത്തപ്പെടുത്തുക. താഴെ നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി 1C, 2B, 3A, 4D. ധനക്കമ്മി 5.6, റവന്യൂ കമ്മി 2.6, പ്രാഥമിക കമ്മി 2, എഫക്റ്റീവ് റവന്യൂ കമ്മി 1.6. ചോദ്യം, GST കൗൺസിൽ ഓഫ് ഇന്ത്യയെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? താഴെ നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി 2 മാത്രം. ശരിയായ പ്രസ്താവന: കേന്ദ്ര ധനകാര്യ മന്ത്രിയാണ് ഇന്ത്യയുടെ GST കൗൺസിലിന്റെ ചെയർമാൻ. അടുത്ത ചോദ്യം, 2024-25 സാമ്പത്തിക സർവേ ഇന്ത്യയുടെ ബാഹ്യ മേഖലയുടെ താഴെ പറയുന്ന സ്ഥിതി പുറത്തുവിട്ടു. താഴെ നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി 1, 2, 3. തന്നിരിക്കുന്ന 3 പ്രസ്താവനകളും ശരിയാണ്. ശരിയായ പ്രസ്താവനകൾ: 2025 സാമ്പത്തിക വർഷത്തിലെ ആദ്യ 9 മാസങ്ങളിൽ ഇന്ത്യയുടെ മൊത്തം കയറ്റുമതി ചരക്ക് പ്ലസ് സേവനങ്ങൾ $602.6 ബില്യൺ ആയിരുന്നു. 2024 ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ ഇന്ത്യയുടെ മൊത്തം ഇറക്കുമതി $682.2 ബില്യൺ ഡോളറിലെത്തി. 2024 സാമ്പത്തിക വർഷത്തിലെ ആദ്യ 8 മാസങ്ങളിൽ $47.2 ബില്യൺ ഡോളറിൽ നിന്ന് 2025 സാമ്പത്തിക വർഷത്തിലെ ഇതേ കാലയളവിൽ $55.6 ബില്യൺ ഡോളറായി മൊത്തം FDI ഒഴുക്ക് വർദ്ധിച്ചു. അടുത്ത ചോദ്യം, 2024-25 സാമ്പത്തിക സർവേ പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. താഴെ നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി 1, 2 ഇവ രണ്ടും. ശരിയായ പ്രസ്താവനകൾ: 2025 സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പാദത്തിൽ ഇന്ത്യയുടെ കറണ്ട് അക്കൗണ്ട് കമ്മി
GDP-യുടെ 1.2% ആയിരുന്നു. 2024 സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പാദത്തിൽ ഇന്ത്യയുടെ കറണ്ട് അക്കൗണ്ട് കമ്മി GDP-യുടെ 1.3% ആയിരുന്നു. അടുത്ത ചോദ്യം, 2023-24 കേരളത്തിന്റെ സാമ്പത്തിക പ്രകടനം എല്ലാ മേഖലകളിലും ശക്തമായ വളർച്ചയാണ് പ്രകടമാക്കിയത്. 2022-23 മുതൽ 2023-24 വരെയുള്ള മേഖലാ വളർച്ചയിലെ മാറ്റങ്ങളെ ശരിയായി പ്രതിനിധീകരിക്കുന്ന പ്രസ്താവനകൾ ഏതാണ്? ഓപ്ഷൻ എ, പ്രാഥമിക മേഖലയുടെ വളർച്ച 0.9% നിന്ന് 4.7% വർദ്ധിച്ചപ്പോൾ ദ്വിതീയ മേഖല 3.2% നിന്ന് 4.1% വളർന്നു. അടുത്ത ചോദ്യം, കേരളത്തിന്റെ രണ്ടാം ഘട്ട വികേന്ദ്രീകരണത്തിന്റെ പ്രധാന സ്വഭാവം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ബി, രാഷ്ട്രീയവും ഭരണപരവുമായ പിന്തുണ വർദ്ധിപ്പിച്ചു. ചോദ്യം, ഇന്ത്യ സ്കിൽസ് റിപ്പോർട്ട് 2024 പ്രകാരം തൊഴിൽ ചെയ്യാൻ കഴിയുന്ന പ്രതിഭകൾക്ക് ഏറ്റവും നല്ല സംസ്ഥാനമായി കേരളത്തെ തിരഞ്ഞെടുത്തു. ഈ റാങ്കിങ്ങിന് കാരണമാകുന്ന പ്രധാന ഘടകം ഇനി പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം. കേരളത്തിന്റെ ഉയർന്ന പ്രതിശീർഷ GSDP-യും കുറഞ്ഞ ബഹുമുഖ ദാരിദ്ര്യ സൂചിക MPI. SDG ലക്ഷ്യം 4 ഗുണനിലവാര വിദ്യാഭ്യാസത്തിൽ സംസ്ഥാനത്തിന്റെ മുൻനിര റാങ്കിംഗ്. സംസ്ഥാന ബിസിനസ് പരിഷ്കാര പ്രവർത്തന പദ്ധതി SBRAP 2022 മുൻകൈയെടുത്ത നയപരിഷ്കാരങ്ങൾ. അടുത്ത ചോദ്യം, കേരളത്തിലെ സഹകരണ മേഖലയെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് തെറ്റ്? ഓപ്ഷൻ ഡി, കേരളത്തിൽ 16,000-ലധികം രജിസ്റ്റർ ചെയ്ത സഹകരണ സംഘങ്ങളുണ്ട്, പക്ഷേ 50%-ൽ താഴെ മാത്രമേ സജീവമായിട്ടുള്ളൂ. കേരളത്തിലെ സഹകരണ മേഖലയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകളാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനിതാ സഹകരണ സംഘങ്ങളുള്ളത് കേരളത്തിലാണ്. സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരളത്തിൽ യുവജന സഹകരണ സംഘങ്ങൾ നിലവിൽ വന്നു. എല്ലാത്തരം സഹകരണ സംഘങ്ങളിലും ഏറ്റവും വലുത് ഉപഭോക്തൃ സഹകരണ സംഘങ്ങളാണ്. അടുത്ത ചോദ്യം, 2023-24 SDG ഇന്ത്യ സൂചികയിൽ കേരളം 1ാം സ്ഥാനത്തെത്തിയത് ഏത് 2 സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിലാണ്? ഓപ്ഷൻ ബി, ലക്ഷ്യം 2 വിശപ്പ് രഹിതം, ലക്ഷ്യം 4 ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ IT കൊറിഡോർ ഏത് ഹൈവേയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ, NH 66. അടുത്ത ചോദ്യം, 1963 കേരള ഭൂപരിഷ്കരണ നിയമം പ്രധാനമായും ലക്ഷ്യമിടുന്നത്? ഓപ്ഷൻ ബി, കുടിയാൻ നിർത്തലാക്കുകയും കുടിയാന്മാർക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശം നൽകുകയും ചെയ്യുക. ചോദ്യം, കേരളത്തിലെ താഴെ പറയുന്ന സാമൂഹിക സുരക്ഷാ പദ്ധതികളെ അതത് ഗുണഭോക്തൃ ഗ്രൂപ്പുകളുമായി പൊരുത്തപ്പെടുത്തുക. ഓപ്ഷൻ എ 1B, 2A, 3D, 4C. സാമൂഹിക സുരക്ഷാ പദ്ധതി ഗുണഭോക്തൃ ഗ്രൂപ്പ്. കാരുണ്യ ആരോഗ്യ പദ്ധതി ഗുരുതര രോഗബാധിതർ. പ്രവാസി ക്ഷേമനിധി പ്രവാസി കേരളീയർ. കിസാൻ അഭിമാൻ പദ്ധതി ചെറുകിട നാമമാത്ര കർഷകർ. കേരള കർഷക തൊഴിലാളി പെൻഷൻ പദ്ധതി വയോധിക കർഷക തൊഴിലാളികൾ. അടുത്ത ചോദ്യം, ഉത്തരവാദിത്ത ടൂറിസം രീതികൾ പ്രോത്സാഹിപ്പിക്കുന്ന കേരള ടൂറിസം സംരംഭം ഏതാണ്? ഓപ്ഷൻ സി, ഉത്തരവാദിത്ത ടൂറിസം മിഷൻ. അടുത്ത ചോദ്യം, കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസത്തിനായുള്ള 14ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന തന്ത്രങ്ങളിലൊന്ന് എന്താണ്? ഓപ്ഷൻ സി, പ്രവേശനം വർദ്ധിപ്പിക്കുകയും ഗുണനിലവാരം മെച്ചപ്പെടുത്തുകയും ചെയ്യുക. അടുത്ത ചോദ്യം, ആർദ്രം മിഷന്റെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? ഓപ്ഷൻ സി, സർക്കാർ ആശുപത്രികളെ കൂടുതൽ ജനസൗഹൃദമാക്കുക. ചോദ്യം, കേരളത്തിൽ വരൾച്ചയുടെ ആവൃത്തി വർദ്ധിക്കുന്നതിന് കാരണമാകാത്ത ഘടകം ഏത്? ഓപ്ഷൻ ബി, വ്യവസായവൽക്കരണം. കേരളത്തിൽ വരൾച്ചയുടെ ആവൃത്തി വർദ്ധിക്കുന്നതിന് കാരണമായ ഘടകങ്ങളാണ് ഭൂവിനിയോഗ മാറ്റങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനം, ജലവ്യവസ്ഥയുടെ തകർച്ച. അടുത്ത ചോദ്യം, ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സ്വഭാവത്തെയും വ്യാപ്തിയെയും ഏറ്റവും നന്നായി നിർവചിക്കുന്ന പ്രസ്താവനകൾ ഏതാണ്? ഓപ്ഷൻ ബി, പ്രകൃതി പ്രതിഭാസങ്ങളെ മനസ്സിലാക്കാൻ ശാസ്ത്രം വ്യവസ്ഥാപിതമായ അന്വേഷണം ഉൾപ്പെടുന്നു. അതേസമയം സാങ്കേതിക വിദ്യ ഈ അറിവ് പ്രായോഗിക നേട്ടങ്ങൾക്കായി പ്രയോഗിക്കുന്നു. അടുത്ത ചോദ്യം, ശാസ്ത്ര സാങ്കേതിക വിദ്യയും നവീകരണങ്ങളെയും കുറിച്ചുള്ള ദേശീയ നയങ്ങളുടെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? ഓപ്ഷൻ സി, രാജ്യത്തുടനീളം ഗവേഷണം, നവീകരണം, സുസ്ഥിര വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കുക. അടുത്ത ചോദ്യം, പ്രതിരോധ സാങ്കേതിക വിദ്യയ്ക്കും നവീകരണത്തിനും നൽകിയ ശ്രദ്ധേയമായ സംഭാവനകൾക്ക് ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ എ, ഡോക്ടർ APJ അബ്ദുൽ കലാം.
അടുത്ത ചോദ്യം, ICTയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിന് പ്രധാനമായും ലക്ഷ്യമിടുന്ന സർക്കാർ സംരംഭം ഏതാണ്? ഓപ്ഷൻ എ ഡിജിറ്റൽ ഇന്ത്യ. അടുത്ത ചോദ്യം, നെറ്റിക്വേറ്റ് സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ ഡി ഓൺലൈനിൽ ആശയവിനിമയം നടത്തുമ്പോൾ മാന്യവും ധാർമ്മികവുമായ പെരുമാറ്റത്തിനുള്ള മാർഗനിർദ്ദേശങ്ങളുടെ ഒരു കൂട്ടം. ചോദ്യം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ് എന്നിവയുടെ ഗുണങ്ങളെ ഏറ്റവും നന്നായി വിവരിക്കുന്നത് ഏതാണ്? ഓപ്ഷൻ ബി അവ വിവിധ മേഖലകളിൽ ഓട്ടോമേഷൻ വർദ്ധിപ്പിക്കുകയും കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും കൃത്യത മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. അടുത്ത ചോദ്യം, ഭരണത്തിൽ ICT എന്ത് പങ്കാണ് വഹിക്കുന്നത്? ഓപ്ഷൻ ബി ഇത് ഭരണനിർവഹണം കാര്യക്ഷമമാക്കുകയും പൗരന്മാർക്കുള്ള സേവന വിതരണം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. അടുത്ത ചോദ്യം, ഗഗൻയാൻ ബഹിരാകാശ യാത്രിക പരിശീലനത്തിന്റെ ഭാഗമല്ലാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ സി ന്യൂക്ലിയർ റേഡിയേഷൻ ഷീൽഡിംഗ് ടെസ്റ്റുകൾ. ഗഗൻയാൻ ബഹിരാകാശ യാത്രിക പരിശീലനത്തിന്റെ ഭാഗങ്ങളാണ് സെൻട്രിഫ്യൂജ് പരിശീലനം, ഹൈജി ആക്സലറേഷൻ ടെസ്റ്റുകൾ, അണ്ടർ വാട്ടർ സിമുലേഷനുകൾ. ഓക്കെ. അടുത്ത ചോദ്യം, പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനങ്ങൾ വികസിപ്പിക്കുന്നതിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു വെല്ലുവിളി അല്ലാത്തത്? ഓപ്ഷൻ ബി കുറഞ്ഞ ചെലവിലുള്ള ഇന്ധന ലഭ്യത. പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനങ്ങൾ വികസിപ്പിക്കുന്നതിൽ ഉള്ള വെല്ലുവിളികളാണ് റീഎൻട്രി സമയത്ത് ഉയർന്ന താപ പ്രതിരോധം, കൃത്യതയുള്ള ലാൻഡിംഗ് സാങ്കേതിക വിദ്യ, ഹൈസ്പീഡ് എയറോഡൈനാമിക് നിയന്ത്രണം. അടുത്ത ചോദ്യം, താഴ്ന്ന ഭൂമി ഭ്രമണത്തിൽ 40 കിലോഗ്രാം ക്ലാസ് പേലോഡുകൾ സ്ഥാപിക്കാൻ കഴിവുള്ള ഇന്ത്യയിലെ ആദ്യത്തെ പരീക്ഷണാത്മക ഉപഗ്രഹ വിക്ഷേപണ വാഹനം ഏതാണ്? ഓപ്ഷൻ സി SLV-3. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ പാർക്ക് ഏതാണ്? ഓപ്ഷൻ എ രാജസ്ഥാനിലെ ഭാദിയ സോളാർ പാർക്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആണവ നിലയം ഏതാണ്? ഓപ്ഷൻ എ കൂടംകുളം ആണവ നിലയം. അടുത്ത ചോദ്യം, ഇത് ദേശീയ ഹരിത ഹൈഡ്രജൻ ദൗത്യത്തിന്റെ ലക്ഷ്യമല്ല. ഓപ്ഷൻ ഡി മറ്റ് ആണവായുധങ്ങളെ അപേക്ഷിച്ച് ഹൈഡ്രജൻ ആയുധങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. ദേശീയ ഹരിത ഹൈഡ്രജൻ ദൗത്യത്തിന്റെ ലക്ഷ്യങ്ങളാണ് ഗ്രീൻ ഹൈഡ്രജന്റെയും അതിന്റെ ഡെറിവേറ്റീവുകളുടെയും ഉൽപ്പാദനം, ഉപയോഗം, കയറ്റുമതി എന്നിവയിൽ ഇന്ത്യയെ ആഗോള കേന്ദ്രമാക്കുക, റിഫൈനറി, വളം മേഖലകളിൽ ഫോസിൽ ഇന്ധന അധിഷ്ഠിത ബദലുകളുമായി മത്സരിക്കാൻ, ശുദ്ധമായ ഊർജത്തിലൂടെ സ്വയം പര്യാപ്തത കൈവരിക്കുകയും പ്രചോദനമായി വർദ്ധിക്കുകയും ചെയ്യുക. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ സെലിനിയം മലിനമാകാനുള്ള ഉറവിടങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. 1, 2, 3. വ്യാവസായിക സ്രോതസ്സുകൾ, കാർഷിക രീതികൾ, ഭൂഗർഭജലം. അടുത്ത ചോദ്യം, ഓസോൺ ശോഷണ വസ്തുക്കൾക്കുള്ള ബദലുകൾ ഇവയ്ക്ക് കാരണമായി. മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ എ 2, 3 മാത്രം. ശരിയായ പ്രസ്താവനകൾ: ഹരിതഗൃഹ പ്രഭാവത്തിൽ വർധനവ്, ഉയർന്ന ആഗോളതാപന സാധ്യതയുള്ള സംയുക്തങ്ങളുടെ ഉൽപാദനത്തിൽ വർധനവ്. ചോദ്യം, ക്യോട്ടോ പ്രോട്ടോക്കോളിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഓപ്ഷൻ ബി 1, 4 മാത്രം. ഹരിതഗൃഹ വാതക സാന്ദ്രതയിൽ സ്ഥിരത കൈവരിക്കുക, ഭക്ഷ്യോൽപാദനം ഭീഷണിയിലാകുന്നില്ലെന്ന് ഉറപ്പാക്കുക. അടുത്ത ചോദ്യം, ഒരു സങ്കേതം, ദേശീയ ഉദ്യാനം തുടങ്ങിയ സംരക്ഷിത വനത്തിന്റെ 10 കിലോമീറ്റർ ചുറ്റളവിൽ വികസന പദ്ധതികൾ ആരംഭിക്കാൻ കഴിയും. മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ സി 2 മാത്രം. വന്യജീവികൾക്കായുള്ള ദേശീയ ബോർഡിന്റെ അനുമതി ആവശ്യമാണ്. അടുത്ത ചോദ്യം, പരിസ്ഥിതി സംവേദനക്ഷമതയുള്ള മേഖലകൾ ESZ ഇവയാണ്. മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ സി 1 മാത്രം. ദേശീയ ഉദ്യാനങ്ങളെയും സങ്കേതങ്ങളെയും ചുറ്റിപ്പറ്റിയുള്ള 1986 പരിസ്ഥിതി സംരക്ഷണ നിയമപ്രകാരം വിജ്ഞാപനം ചെയ്ത പ്രദേശങ്ങൾ മുതലായവ. അടുത്ത ചോദ്യം, കാർബൺ ഓഫ്സെറ്റിനെ കുറിച്ചുള്ള ഏത് പ്രസ്താവനകൾ ശരിയാണ്? ഓപ്ഷൻ എ 1, 3 മാത്രം. ശരിയായ പ്രസ്താവനകൾ: ഹരിതഗൃഹ ഉദ്വമനം കുറയ്ക്കുന്നതിനുള്ള ക്രെഡിറ്റുകളാണ് കാർബൺ ഓഫ്സെറ്റുകൾ. കാർബൺ ഓഫ്സെറ്റുകൾ അളക്കുകയും മെട്രിക് ടൺ കാർബൺ ഡയോക്സൈഡിന് തുല്യമായി വിൽക്കുകയും ചെയ്യുന്നു. ചോദ്യം, ചൂസ് ആൻ അപ്രോപ്രിയേറ്റ് സിനോണിം ഫോർ ദി അണ്ടർലൈൻഡ് വേർഡ് ആൻഡ് മാർക്ക് യുവർ ആൻസർ ഇൻ ദി റെസ്പോൺസ് ഷീറ്റ്. The young lawyer spoke with deference to the judge, acknowledging her years of experience and wisdom. Option B, humble submission and respect. അടുത്ത ചോദ്യം,
Complete the sentence using the present perfect tense form and mark your answer in the response sheet. They dash each other since their childhood. ഓപ്ഷൻ ബി ഹാവ് നോൺ. അടുത്ത ചോദ്യം ചൂസ് അപ്രോപ്രിയേറ്റ് കണക്റ്റീവ്സ് ആൻഡ് മാർക്ക് യുവർ ആൻസർ ഇൻ ദി റെസ്പോൺസ് ഷീറ്റ്. ഡാഷ് ദ ഓപ്പർച്യൂണിറ്റി അറൈസസ്, സീസ് ഇറ്റ് വിത്തൗട്ട് ഹെസിറ്റേറ്റിംഗ്, ഡാഷ് ഫിയറിംഗ്, ഡാഷ് യു മൈറ്റ് ഫെയിൽ. ഓപ്ഷൻ ഡി വെനെവർ ഓർ ദാറ്റ്. അടുത്ത ചോദ്യം കൺവേർട്ട് ദ സെൻറ്റൻസ് ഇൻ ടു കോംപ്ലക്സ് സെൻറ്റൻസ് ആൻഡ് മാർക്ക് യുവർ ആൻസർ ഇൻ ദി റെസ്പോൺസ് ഷീറ്റ്. He was indifferent and they punished him. Option C. As he was indifferent, they punished him. അടുത്ത ചോദ്യം കംപ്ലീറ്റ് ദ സെൻറ്റൻസ് യൂസിങ് എ സ്യൂട്ടബിൾ പ്രിപ്പോസിഷൻ ആൻഡ് മാർക്ക് യുവർ ആൻസർ ഇൻ ദി റെസ്പോൺസ് ഷീറ്റ്. I filled the tank but unfortunately I filled it dash the wrong kind of fuel. Option C with. അടുത്ത ചോദ്യം choose an appropriate phrasal verb and mark your answer in the response sheet. They were walking too fast. I could not dash with them. Option B keep up. അടുത്ത ചോദ്യം fill in with appropriate pronouns and mark your answer in the response sheet. It's an interesting book. I have read this a long ago. It is not mine. It is dash. ഓപ്ഷൻ എ ഹേഴ്സ്. അടുത്ത ചോദ്യം റീറൈറ്റ് ദ സെൻറ്റൻസ് യൂസിങ് കറക്റ്റ് പഞ്ച്വേഷൻ ആൻഡ് മാർക്ക് യുവർ ആൻസർ ഇൻ ദി റെസ്പോൺസ് ഷീറ്റ്. ഈവൻ ദോ ഇറ്റ് വാസ് ലേറ്റ് ഓൾമോസ്റ്റ് മിഡ് നൈറ്റ് ഷീ കണ്ടിന്യൂഡ് റീഡിങ് ഹർ ബുക്ക് അണേബിൾ ടു പുട്ട് ഇറ്റ് ഡൗൺ നോയിങ് ദാറ്റ് ഷീ വുഡ് റിഗ്രറ്റ് സ്റ്റേയിങ് അപ്പ് സോ ലേറ്റ്. ഓപ്ഷൻ സി ഈവൻ ദോ ഇറ്റ് വാസ് ലേറ്റ് ഓൾമോസ്റ്റ് മിഡ് നൈറ്റ് she continued reading her book, unable to put it down, knowing that she would regret staying up so late. അടുത്ത ചോദ്യം correct the error if any in the given sentence and mark your answer in the response sheet. The sceneries are beautiful. Option C the scenery is beautiful. അടുത്ത ചോദ്യം complete the sentence using the correct verb form and mark your answer in the response sheet. The lifespan of certain species dash very short. Option B is. അടുത്ത ചോദ്യം add a suitable question tag and mark your answer in the response sheet. We used to study together. Option C didn't we. അടുത്ത ചോദ്യം insert the most suitable adverb of course and mark your answer in the response sheet. He was late for the meeting dash he missed the initial proceedings of the event. Option A consequently. അടുത്ത ചോദ്യം use the adjective provided in the bracket in appropriate position and mark your answer in the response sheet. She found books to be her only source of happiness. Rare. Option C she found rare books to be her only source of happiness. അടുത്ത ചോദ്യം choose the correct active voice and mark your answer in the response sheet. The lesson was explained by the teacher clearly. Option C the teacher explained the lesson clearly. അടുത്ത ചോദ്യം use the appropriate relative pronoun to complete the sentence and mark your answer in the response sheet. That is the girl dash we met yesterday. Option B whom. അടുത്ത ചോദ്യം insert the correct tense forms and mark your answer in the response sheet. When they realized I dash at them, they dash away. Option B was looking turned. അടുത്ത ചോദ്യം select an appropriate idiom and complete the sentence and mark your answer in the response sheet. She didn't mean to dash but she accidentally revealed the surprise party details. Option B spill the beans. അടുത്ത ചോദ്യം find the antonym for the underlined word and mark your answer in the response sheet. They concealed the matter. Option C unveiled. അടുത്ത ചോദ്യം choose the correct word order and mark your answer in the response sheet.
പാർക്ക് ദ ടു വെൻറ്റ് ചിൽഡ്രൻ ദ എസ്റ്റർഡേ. ഓപ്ഷൻ എ ദ ചിൽഡ്രൻ വെൻറ്റ് ടു ദ പാർക്ക് എസ്റ്റർഡേ. അടുത്ത ചോദ്യം, കൺവേർട്ട് ദ റിപ്പോർട്ടർ സ്പീച്ച് ആൻഡ് മാർക്ക് യുവർ ആൻസർ ഇൻ ദി റെസ്പോൺസ് ഷീറ്റ്. ഷീ സെഡ് ഐ മെറ്റ് ഹിം എസ്റ്റർഡേ. ഓപ്ഷൻ ബി ഷീ സെഡ് ദാറ്റ് ഷീ ഹാഡ് മെറ്റ് ഹിം ദ പ്രീവിയസ് ഡേ. അടുത്ത ചോദ്യം, വസന്തർത്തു എന്ന പദം ശരിയായി പിരിച്ചെഴുതുന്നതെങ്ങനെ? ഓപ്ഷൻ ബി വസന്ത പ്ലസ് ഋതു. അടുത്ത ചോദ്യം, ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ശരിയായ പ്രയോഗം ഏത്? ഓപ്ഷൻ സി നോക്കി നോക്കി. അടുത്ത ചോദ്യം, സമൃദ്ധി എന്ന പദം പിരിച്ചെഴുതുന്നതെങ്ങനെ? ഓപ്ഷൻ ഡി സം പ്ലസ് വൃദ്ധി. അടുത്ത ചോദ്യം, ചുവടെ ചേർത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രയോഗം ഏത്? ഓപ്ഷൻ സി വറുത്ത ചക്ക. തന്നിരിക്കുന്നതിൽ ശരിയായ പ്രയോഗങ്ങളാണ് പഴുത്ത ചക്ക, പച്ചച്ചക്ക, കൈതച്ചക്ക. അടുത്ത ചോദ്യം, കാറ്റെന്നർത്ഥം വരാത്ത പദം ഏത്? ഓപ്ഷൻ എ അനലൻ. കാറ്റെന്നർത്ഥം വരുന്ന പദങ്ങളാണ് അനിലൻ, പവനൻ, സദാഗതി. അടുത്ത ചോദ്യം, വേറിട്ട പദജോടി ഏത്? ഓപ്ഷൻ എ ഇരിക്കണം, ഇരിക്കണം. അടുത്ത ചോദ്യം, തെറ്റായ പദം ഏത്? ഓപ്ഷൻ ബി പ്രദക്ഷിണം. അടുത്ത ചോദ്യം, ശരിയായ പ്രയോഗം ഏത്? ഓപ്ഷൻ എ ദൈനം ദിനാവശ്യം. ചോദ്യം, ശരിയായ പദം ഏത്? ഓപ്ഷൻ ഡി യാദൃശ്ചികം. അടുത്ത ചോദ്യം, ചുവടെ ചേർത്തിരിക്കുന്നവയിൽ പരകീയമല്ലാത്ത മലയാള പദം ഏത്? ഓപ്ഷൻ ഡി കടൽ. അടുത്ത ചോദ്യം, ഭൂമിയെ സംബന്ധിച്ചത് എന്നർത്ഥം വരുന്ന ഒറ്റപ്പദം ഏത്? ഓപ്ഷൻ എ ഭൗമികം. അടുത്ത ചോദ്യം, കില്ലില്ലയെ ഭ്രമരവര്യനെ നീ വരിച്ചു തെല്ലെങ്കിലും ശലഭമേനിയെ മാനിയാതെ. ഈ വരികളിൽ വണ്ട് എന്നർത്ഥം വരുന്ന പദം ഏത്? ഓപ്ഷൻ ഡി ഭ്രമരം. അടുത്ത ചോദ്യം, പുരോഗതി എന്ന പദത്തിൻ്റെ ഏറ്റവും അനുയോജ്യമായ വിപരീത പദം ഏത്? ഓപ്ഷൻ ഡി പശ്ചാത്ഗതി. അടുത്ത ചോദ്യം, അറിയാനുള്ള ആഗ്രഹം എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദം ഏത്? ഓപ്ഷൻ ബി ജിജ്ഞാസ. ചോദ്യം, ജനനം മുതൽ മരണം വരെ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ഒറ്റപ്പദം? ഓപ്ഷൻ ബി ആജീവനാന്തം. അടുത്ത ചോദ്യം, വിദ്വാൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ പദം ഏത്? ഓപ്ഷൻ സി വിദുഷി. അടുത്ത ചോദ്യം, ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ബഹുവചനാർത്ഥമില്ലാത്തതേത്? ഓപ്ഷൻ സി അവർകൾ. അടുത്ത ചോദ്യം, ജലം എന്നർത്ഥം വരുന്ന പദം ഏത്? ഓപ്ഷൻ എ വനം. അടുത്ത ചോദ്യം, ആധുനികതയ്ക്ക് ശേഷം അതിൻ്റെ തന്നെ പ്രവണതകളെ നിലനിർത്തിക്കൊണ്ട് ഉത്തരാധുനികമായത് കണ്ടെത്താൻ ശ്രമിക്കുന്ന സാഹിത്യ പഠന മേഖലയിൽ ഘടനവാദികൾ തുറന്നിട്ട പരിഷ്കാര നടപടികൾ എന്നും പ്രസക്തമാണ്. ഈ വാക്യത്തിലെ പ്രധാന ആശയം എന്താണ്? ഓപ്ഷൻ ഡി സാഹിത്യ പഠന മേഖലയിൽ ഘടനവാദികളുടെ പരിഷ്കാര നടപടികൾ പ്രസക്തമാണ്. അടുത്ത ചോദ്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന പദം ശരിയായി വിഗ്രഹിക്കുന്നതെങ്ങനെ? ഓപ്ഷൻ ബി ആവിഷ്കാരത്തിനുള്ള സ്വാതന്ത്ര്യം. അടുത്ത ചോദ്യം, ഞായറോടൊപ്പമുണർന്നു ഞാൻ. ഈ വരികളിലെ ഞായർ എന്ന പദത്തിനർത്ഥം? ഓപ്ഷൻ എ സൂര്യൻ. അടുത്ത ചോദ്യം, ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത്? ഓപ്ഷൻ ഡി രക്ഷാകർത്താക്കൾ അയാളെ വിദ്യാഭ്യാസമൊന്നും ചെയ്യിച്ചില്ല. അടുത്ത ചോദ്യം, നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് എന്നതിന് സമാനമായി ഔദ്യോഗിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന മലയാള പദം ഏത്? ഓപ്ഷൻ സി നിരാക്ഷേപ പത്രം. അടുത്ത ചോദ്യം, അന്യത്ര സേവനം എന്നതിന് സമാനമായ ഇംഗ്ലീഷ് പദം ഏത്? ഓപ്ഷൻ ബി ഡെപ്യൂട്ടേഷൻ. അടുത്ത ചോദ്യം, തീയില്ലാതെ പുകയില്ല എന്ന ശൈലിയുടെ അർത്ഥം? കാര്യവും കാരണവും പരസ്പരാശ്രിതമാണ്. അടുത്ത ചോദ്യം, റോം വാസ് നോട്ട് ബിൽറ്റ് ഇൻ എ ഡേ എന്ന പഴഞ്ചൊല്ലുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഓപ്ഷൻ സി നിരന്തരമായ പ്രയത്നം വിജയത്തിലെത്തിക്കും. അടുത്ത ചോദ്യം, വേർ ദെയർ ഇസ് എ വിൽ ദെയർ ഇസ് എ വേ. ഈ ചൊല്ലിന് ഏറ്റവും സമാനമായ മലയാളത്തിലെ പഴഞ്ചൊല്ലേത്? ഓപ്ഷൻ ബി വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. അടുത്ത ചോദ്യം, ചുവടെ ചേർത്തിരിക്കുന്നവയിൽ തെറ്റായ ഭാഗം ഏത്? മലയാളത്തിലെ പ്രശസ്ത കവിയായ കുഞ്ഞിരാമൻ നായരുടെ ഷഷ്ടിപൂർത്തിയോടനുബന്ധിച്ചാണ് ആറ്റൂർ രവിവർമ്മ തൻ്റെ മികച്ച കവിതകളിൽ ഒന്നായ മേഘരൂപൻ എഴുതിയത്? ഓപ്ഷൻ ബി ഷഷ്ടിപൂർത്തിയോടനുബന്ധിച്ച്. അടുത്ത ചോദ്യം, ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തിയാൽ അവനെ താൽക്കാലികമായി ജോലിയിൽ നിന്ന് മാറ്റി നിർത്തുന്നു. ഈ വാക്യത്തിൻ്റെ ശരിയായ വിവർത്തനം ഏതാണ്? ഓപ്ഷൻ എ ഹീ ഈസ് ടെമ്പററിലി സസ്പെൻഡഡ് ഫ്രം വർക്ക് ഡ്യൂ ടു ഡെറിലിക്ഷൻ ഓഫ് ഒഫീഷ്യൽ ഡ്യൂട്ടി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സാമാന്യം എന്ന പദത്തിൻ്റെ വിപരീത അർത്ഥത്തിൽ പ്രയോഗിക്കുന്നത്? ഓപ്ഷൻ ഡി വിശേഷം. ഓക്കെ, നിങ്ങൾക്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഈസി ആയിരുന്നോ? നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്